അതിന് നിക്ക് വലിക്കാറില്ല. ഇവനൊരു നല്ല അത്ലറ്റാ, സർഫിംഗ് ചാമ്പ്യനും. അതെ. സർഫിങ്ങോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, എനിക്ക് ടീം സ്പോർട്സിനോടാണ് കൂടുതൽ ഇഷ്ടം. കാരണം അതല്പം ബുദ്ധി ഉപയോഗിക്കേണ്ട സ്പോർട്സ് ആണല്ലോ. ശരി, നിങ്ങൾ കഴിക്കുക, ഞാൻ ഇറങ്ങുമോ, എനിക്ക് ജോലിയുണ്ട്. മിക്കലിന്റെ വീട്ടിലാണോ? അതെ. അപ്പൊ ഇത് നിന്റെ ആദ്യത്തെ കേസാ? ഉറപ്പില്ല, അവൻ്റെ അച്ഛൻ ഞങ്ങളോട് പേപ്പർ വർക്ക് ചെയ്യാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നന്നായി പഠിക്കുന്ന നിയമ വിദ്യാർത്ഥി കൂടിയാ. അതിന് മനഃശക്തി മാത്രം മതി, അധികം ബുദ്ധിയൊന്നും വേണ്ട. അതോർത്ത് വിഷമിക്കണ്ട. മൈക്കിളിന്റെ അച്ഛൻ അയാളുടെ ലോ ഫോമിൽ ജോലി തന്നില്ലെങ്കിലും സ്വന്തം അച്ഛൻ എപ്പോ വേണമെങ്കിലും ജോലി തരുമല്ലോ. മാത്രമല്ല, പണത്തിന് എന്തെങ്കിലും ആവശ്യം വന്നാൽ ചെലവാക്കാൻ ലേസർ എന്റർപ്രൈസസ് എടുത്താൽ മതി. ശരിയല്ലേ നിക്? നോ, ഒന്നും നിർത്തി. സാരമില്ല, ഞാനാകെ ബോറടിച്ചിരിക്കുമായിരുന്നു. ഇന്നിനിപ്പോൾ ചിരിക്കാനൊരു കാരണം കിട്ടിയല്ലോ. വീണ്ടും കാണാം എൻ്റെ ബേബീസിസ്. ഇവൻ പോവാണെങ്കിൽ ഞാനും നീ പോകും. എവിടെ ഇരിക്കും? വേണ്ട, വെയിറ്റ്. നിക്ക്, നീ പോകുന്ന വഴിക്ക് ഇവിടെ വീട്ടിലൊന്ന് ഡ്രോപ്പ് ചെയ്യും. അതിന് ഞാൻ ആ വഴിക്കല്ല പോകുന്നത്. ഞാനൊരു ടാക്സി എന്തെങ്കിലും വിളിച്ച് പൊക്കോളാം. നിങ്ങൾ രണ്ടും ഒന്ന് നിർത്തുന്നുണ്ടോ? ഈ സ്വഭാവം ഇനിയും അംഗീകരിച്ചു തരാനാവില്ല. പരസ്പരം സഹകരിച്ചു പോകുന്നതല്ലേ നല്ലത്. വില്ല് പറഞ്ഞത് ശരിയാ. മര്യാദക്ക് നീ നിക്കിന്റെ കൂടെ പോ. നല്ലൊരു ഡ്രൈവർ അവൻ. താൻ എന്തായി കാണിക്കുന്നേ? ഇപ്പൊ എന്താ നിന്റെ പ്രശ്നം? ഓടിക്കാൻ അറിയാത്തൊരു പ്രാന്തം കാരണം എനിക്ക് റോഡിൽ വെച്ച് മരിക്കണ്ട, അത്ര തന്നെ. ഓ, നിനക്ക് ഇതിൽ നന്നായിട്ട് ഓടിക്കാൻ അറിയാമെന്നാണോ? എന്താ സംശയമുണ്ടോ? നീ എന്റെ വീട്ടിലും എന്റെ സിറ്റിയിലും എന്റെ കാറിലും, അതുകൊണ്ട് വാടച്ച് മിണ്ടാതിരുന്നു. കുറച്ച് പണവും പ്രതാപവും ഉണ്ടെന്ന് കരുതി ദൈവത്തിന്റെ മോനാണെന്നാണോ നിന്റെ വിചാരം? നോക്ക്, നീ ഇപ്പൊ എന്റെ സ്വകാര്യതയിലും കംഫർട്ട് സോണിലും എന്റെ കൺമുമ്പിലും വന്നിരിക്കുകയാണ് ഇപ്പൊ. അതുകൊണ്ടൊന്ന് പോയിത്താ. ഈ സ്വഭാവം നിന്റെ അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമായിരിക്കും തോന്നുന്നു. അതിനൊരു അമ്മയുടെ സ്നേഹത്തെ കുറിച്ച് നിനക്ക് എന്താ അറിയാം? നീ എന്തായി ചെയ്യുന്നേ?